ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ വൈകുന്നേരം 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ കടയിൽ നിന്ന് സമൂസയൊക്കെ മേടിക്കില്ലേ, ഏകദേശം ആ ഒരു ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ് നമ്മൾ റെഡിയാക്കുന്നത്. പക്ഷേ സമൂസ റെഡിയാക്കുന്നതിൻ്റെ നാലിലൊന്നും പാടില്ല. മാത്രമല്ല, നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയമൊന്നും കളയാതെ ഏറ്റവും എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ സമൂസ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ആ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ ഈ റെസിപ്പി ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ റെസിപ്പി ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പി ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗളിലേക്ക് 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ ഗോതമ്പ് പൊടിയാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. ഇനി ഏകദേശം 1 ടേബിൾ സ്പൂൺ അടുത്തേക്ക് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ എടുത്തിരിക്കുന്നത് ഞാൻ സൺഫ്ലവർ ഓയിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്. അതുപോലെ പാം ഓയിൽ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇതാ നന്നായിട്ട് തന്നെ കൈവച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ആദ്യമേ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. നോക്കിയിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. മൈദയിലേക്ക് ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. കണ്ടോ, ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും മതി, അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഭാഗത്ത് ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു മുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മുട്ടയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുട്ട ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഒരു 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഒന്ന് ഉടച്ചെടുത്താലും മതിയാവും. ഞാനിവിടെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഒരു മുട്ട ഗ്രേറ്ററിൽ വെച്ച് ചെറുതായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഉടച്ചൊന്നും എടുക്കണ്ട. ഇതേപോലെ ഗ്രേറ്ററിൽ വെച്ച് പതുക്കെ ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ആ പകുതി എടുത്തിരിക്കുന്ന സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എരിവിനായിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോൾ എരിവൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. കൂടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആണെങ്കിലും 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും നല്ലതാണ്. ഇനി ഇതിനകത്തേക്ക് ചെറിയൊരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ടേസ്റ്റിന് വേണ്ടി കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. അതിനുശേഷം ഗരം മസാലയും കൂടി എടുത്തിട്ടുണ്ട്. ഗരം മസാല എടുക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അത്രയും മതിയാവും, ഒരുപാടൊന്നും വേണ്ട. ഒരു മുട്ടയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ ചേർത്തിരിക്കുന്ന എല്ലാ ചേരുവയും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ കൈ വെച്ച് വേണ്ട, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞയൊക്കെ ആണെങ്കിലും ആകെ അങ്ങ് ഉടഞ്ഞു പോകും. ഇതേപോലെ സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. സവാളയൊക്കെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സാക്കി എടുക്കാനും പറ്റും. മാത്രമല്ല, നമ്മുടെ പൊടികളൊക്കെ ആണെങ്കിലും പെട്ടെന്നൊന്ന് യോജിച്ച് വരാനായിട്ട് ഇതേപോലെ ചെറുതായിട്ട് അരിയുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനത്തെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്ങും നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ മൈദയുടെ മാവുണ്ടല്ലോ, അത് നല്ല സോഫ്റ്റായിട്ട് ഒന്നും കൂടി വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇത് നമ്മുടെ പൂരിക്കൊക്കെ പുരത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ചെറിയ ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. കണ്ടോ, ഞാനിവിടെ ചെറിയ ബോൾസായിട്ട് ഏകദേശം 8 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ പൂരിയൊക്കെ പരത്തുന്നത് പോലെ തീരെ കനം കുറച്ച് അങ്ങ് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നും നമ്മൾ നന്നായിട്ട് തീരെ കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. തീരെ കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്നതിൻ്റെ നടുക്കിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് കനത്തിൽ വെച്ച് കൊടുക്കരുത്. നമ്മുടെ ആ പൂരിയുടെ റൗണ്ടിൻ്റെ വലിപ്പം നോക്കിയിട്ട് അതനുസരിച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതിൻ്റെ മേളിലേക്ക് അടുത്ത ഷീറ്റും കൂടി വെച്ച് കറക്റ്റ് സമൂസയുടെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു രീതിക്ക് ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ല മൂർച്ചയുള്ളൊരു കത്തി ഉപയോഗിച്ച് സമൂസയുടെ ഷേപ്പിൽ 3 വശവും കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
നമ്മൾ സാധാരണ സമൂസയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ 4 പോലും വേണ്ട. ഇതേപോലെയാണ് സമൂസ ഉണ്ടാക്കുന്നതെങ്കിൽ. പിന്നെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് അത് നമുക്ക് തീരുമാനിക്കാം. വെജിറ്റബിൾസിൻ്റെ ഫില്ലിങ് വേണോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ മുട്ടയുടെ ഫില്ലിങ് വേണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇനി ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ സൈഡ് 3 ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ വിട്ടു പോരാതെ ഇരിക്കുകയും ചെയ്യും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ. മാത്രമല്ല കാണാനാണെങ്കിലും നല്ലൊരു ഷേപ്പ് ഉണ്ടാവുകയും ചെയ്യും. കണ്ടോ, കറക്റ്റ് സമൂസയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ പരത്തുമ്പോൾ ഒന്ന് വലിപ്പത്തിൽ തീരെ കനം കുറച്ച് പരത്തിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലപോലെ തന്നെ കൊമളച്ച് അതുപോലെ തന്നെ ഉള്ളൊക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ്ങും അതേപോലെ തന്നെ ബാക്കിയുള്ള സമൂസയും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങും ഒരുപാടായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സമൂസയുടെ ഷീറ്റിന് തീരെ കനം കുറയ്ക്കാനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കറക്റ്റ് സമൂസയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ സാധാരണ കടയിൽ നിന്ന് സമൂസ ഷീറ്റ് മേടിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ സമൂസ ഉണ്ടാക്കാനാണെങ്കിലും ഒരുപാട് പാടുണ്ടാവും. അപ്പോൾ ഇതൊന്നുമില്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു കിഡിലൻ സമൂസയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കണേ. അപ്പോൾ അങ്ങനെ സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന സമൂസ നമുക്ക് ഇതിനകത്തേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീരെ കനം കുറഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായിട്ട് വന്നോളും. പതുക്കെ പൂരിക്കൊക്കെ മുകളിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാറില്ലേ, അതേപോലെ തന്നെ പതുക്കെ ഇതിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും അങ്ങ് പൊങ്ങി വന്നോളും. കനം കുറച്ചാൽ മാത്രമാണ് ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിക്കിരിക്കും നമ്മുടെ സമൂസ. ഒരു വശമൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇതേപോലെ മറിച്ചിട്ട് കൊടുത്ത് അടുത്ത വശം റെഡിയായിട്ട് നമുക്കിങ്ങനെ കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. 2 വശം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ അതേപോലെ എണ്ണയൊന്നും ഒരുപാട് കുടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാറ്റി വെച്ചിട്ട് ബാക്കി വന്ന സമൂസയും ഇതേപോലെ നമുക്കിങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സമൂസയുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും കൂടി നമ്മുടെ ഈ റെസിപ്പി ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. കണ്ടോ, നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സമൂസയുടെ അതേ ഷേപ്പിനും മാത്രമല്ല അതേ കളറിലും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് അതേപോലെ ഉള്ളൊക്കെ ആണെങ്കിലും ശരിക്കും വെന്ത് തന്നെ വന്നിട്ടുണ്ട്. മാത്രമല്ല കഴിക്കാൻ നേരത്ത് ഒരുപാടങ്ങ് തണുത്ത് പോയിട്ട് കഴിക്കരുതേ. ഒരു ചൂടോടുകൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെ തന്നെ ഒരു സോസോ അല്ലാന്നുണ്ടെങ്കിൽ ചൂട് ചായയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരുന്ന് കഴിക്കുക. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. നമുക്കിപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.